കേരള കോൺഗ്രസ് എമ്മിന്റെ യു.ഡി.എഫ് പ്രവേശന സാധ്യത തള്ളാതെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും. മാണി ഗ്രൂപ്പിന്റെ വരവിനെ എതിർത്ത് കേരള കോൺഗ്രസ് ചെയർമാൻ പി.ജെ. ജോസഫ് നിലപാടറിയിച്ചെങ്കിലും കോൺഗ്രസിന്റെയും ലീഗിന്റെയും മനസ്സിലിരിപ്പ് അതല്ലെന്ന് വ്യക്തം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നയുടനെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഇടതുമുന്നണി വിടുന്നതിന്റെ സാധ്യത തള്ളിയിരുന്നു. എന്നാൽ അണികൾ മുന്നണിമാറ്റം ആഗ്രഹിക്കുന്നു എന്ന കണക്കുകൂട്ടലിലാണ് യു.ഡി.എഫിലെ ഒരു വിഭാഗം നേതാക്കൾ. തദ്ദേശ ഫലപ്രഖ്യാപനത്തിനു പിന്നാലെ കെ.പി.സി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫ് കേരള കോൺഗ്രസ് എമ്മിനെ യു.ഡി.എഫിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. ലീഗ് നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നു. മുന്നണി കൺവീനറായ ഉടനെ അടൂർ പ്രകാശം ജോസിന് വരാമെന്ന് പറഞ്ഞിരുന്നു. യു.ഡി.എഫിൽ കേരള കോൺഗ്രസ് എം വേണമെന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കളുടെ ക്ഷണം ഗൗരവമായി തോന്നുന്നില്ലെന്നുമാണ് പി.ജെ. ജോസഫ് തിങ്കളാഴ്ച രാവിലെ പറഞ്ഞത്. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ വി.ഡി. സതീശൻ ജോസിനായി സാധ്യത തുറന്നിടും വിധം സംസാരിച്ചു. അടിത്തറ വിപുലീകരിച്ച് കുറേക്കൂടി ശക്തമായ യു.ഡി.എഫ് ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുന്നണി വിപുലീകരിക്കുമ്പോൾ അതിൽ എൽ.ഡി.എഫിലെയും എൻ.ഡി.എയിലെയും ഘടകകക്ഷികളുണ്ടാകും. വിപുലീകരണത്തിന് ആരുടെയും പിന്നാലെ പോകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടതുമുന്നണിയിൽ യു.ഡി.എഫ് ആശയങ്ങളുമായി യോജിക്കുന്നവരുണ്ടെന്നാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചത്. അവരിങ്ങോട്ട് വരുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയും സമാന ആശയം മുന്നോട്ടുവച്ചു. കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി യു.ഡി.എഫ് മുന്നണിയിലേക്ക് വരണമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്ന് യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. ജോസ് കെ മാണിക്ക് ആവശ്യമായ സംരക്ഷണം ലഭിക്കേണ്ടതുണ്ടെന്നും അവിടെയും ഇവിടെയും പോയി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു തടസ്സങ്ങളില്ലെന്നും നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. കേരള കോൺഗ്രസ് എം യു.ഡി.എഫിലേക്ക് വന്നാൽ സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അവർ വന്നാൽ എവിടെ സീറ്റ് കൊടുക്കണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ സീറ്റുകളുടെ കാര്യത്തിൽ യു.ഡി.എഫ് ഇതുവരെ ചർച്ചകൾ നടത്തിയിട്ടില്ല. സീറ്റുകളെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സമവായത്തോടുകൂടി എല്ലായിടത്തും ഒരു പ്രശ്നവുമില്ലാതെ ചർച്ച ചെയ്തു പരിഹരിക്കുമെന്നും കൺവീനർ കൂട്ടിച്ചേർത്തു. ജോസ് കെ മാണിയെ മാത്രമല്ല മറ്റു പലരുമായും യു.ഡി.എഫ് ചർച്ചകൾ നടത്തുന്നുണ്ട്. സി.പി.ഐയിലെ നേതാക്കന്മാരുമുൾപ്പെടെ പലരുമായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അടൂർ പ്രകാശ് വെളിപ്പെടുത്തി. എന്നാൽ എല്ലാ ചർച്ചകളെക്കുറിച്ചും തുറന്നു പറഞ്ഞാൽ ചർച്ച വഴിമുട്ടിപ്പോകുമെന്നും അതുകൊണ്ട് എല്ലാ ചർച്ചകളും ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു.